ജോസഫിന്റെ ജീവിതത്തിലെ മെയിൻ ഇൻസിഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില ഇൻസിഡൻസ്, ചില സംഭവങ്ങളാണ്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പലരുടെയും ജീവിതത്തിൽ ഇത് കേൾക്കുമ്പോൾ നമ്മളും കടന്നു പോയിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങളുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു ക്യാരക്ടറാണ് ജോസഫ് എന്ന് പറയുന്നയാൾ. ഒത്തിരിയേറെ ബന്ധമുണ്ട്. ഞാനതുകൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജോസഫ് എന്ന് പറയുന്ന ഒരാള് നമുക്കറിയാം, ഇസഹാക്കിന്റെ യാക്കോബിന്റെ മകനായ ജോസഫ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിന് കർത്താവ് നൽകിയ 13 മക്കളിൽ, അതായത് ഒരു പെൺകുട്ടി ഉൾപ്പെടെയുള്ള 13 മക്കളിലെ ഏറ്റവും യാക്കോബ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മകനാണ് ജോസഫ് എന്ന് പറയുന്നയാൾ. നമുക്കത് ശ്രദ്ധിച്ചാൽ, ജോസഫ് ലവ്ഡ് ബൈ ഹിസ് ഫാദർ, തന്റെ പിതാവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ട ഒരാളാണ് ജോസഫ് എന്ന് പറയുന്നയാള്. ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്കറിയാം, ഒരു പേരൻസിന്റെ അല്ലെ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് ഒത്തിരിയേറെ ആൾക്കാർ അതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടില് ഞാനിങ്ങനെ സംസാരിക്കാനിട്ടിടയായി. അവരുടെ ഫാമിലിയിൽ സംസാരിച്ചപ്പോ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിക്കുന്നത് മോളെയാണ്, എന്നോട് സ്നേഹമില്ല എന്നൊരു വലിയ പരാതി കേൾക്കാനിടയായിരുന്നു. എന്നിട്ട് ചെറിയൊരു വിഷയമല്ല, ശരിക്കും വാവിട്ട് കരയുകയാണ്. അപ്പൊ ഞാനതിന് ചിന്തിച്ചൊരു ഭാഗമുണ്ട്. അവർ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ മകൻ അത് തിരിച്ചറിയാനുള്ള കഴിവില്ലാതെ പോവുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല്, മാതാപിതാക്കളുടെ സ്നേഹത്തിന് ഭയങ്കര വാല്യൂ ആണ്, ഭയങ്കര വാല്യൂ ആണ്. നമ്മളിപ്പോ ഇസഹാക്കിനെ നമ്മൾ എടുത്ത് പഠിച്ചാൽ അല്ലെ, അബ്രഹാം ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ സംഭവമുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്നറിയോ, എന്തുകൊണ്ടാണ് ഹോമയാഗത്തിന് ഈ ഇസഹാക്കിനെ ദൈവം ആവശ്യപ്പെട്ടത്, അബ്രഹാമിനോട് പറഞ്ഞത്? ഒരു സെന്റൻസ് ഞാൻ പറയാം. ഗോഡ് ലവ്ഡ് എബ്രഹാം, എബ്രഹാം ലവ്ഡ് ഹിസ് സൺ. ഇവിടെയാണ് പ്രശ്നം വന്നത്. അതായത് ദൈവം അബ്രഹാമിനെ സ്നേഹിച്ചു, അബ്രഹാം മകനെ സ്നേഹിച്ചു. അപ്പൊ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതാണ് അതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, മക്കൾ വേറെ ആരെ സ്നേഹിക്കണ്ട എന്നല്ല, വാല്യൂ. അവിടെയാണ് പ്രധാനപ്പെട്ടത്. വാല്യൂ മാറുമ്പോഴാണ് ദൈവത്തിന്റെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പൊ അതുപോലെ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടു അല്ലെ. നമുക്കറിയാം ഇസഹാക്കിന്റെ വിഷയം തന്നെ, ഈ ജോസഫും ആയിട്ടുള്ള ബന്ധത്തില് ഇസഹാക്കിന്റെ 2 മക്കൾ യാക്കോബും ഏശാവും. അതിൽ യാക്കോബിന് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിട്ട് ഏശാവിന് അനുഗ്രഹം കിട്ടാതെ വന്നപ്പോൾ ഇദ്ദേഹം ഓടിച്ചെന്ന് തന്റെ അപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണം, നിന്റെ പക്കൽ ഒരു അനുഗ്രഹമേ ഉള്ളോ. മീൻസ് അപ്പൻ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹവും അനുഗ്രഹവും തീർച്ചയായിട്ടും മക്കൾക്ക് അതിന് ഭയങ്കര വാല്യൂവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, ഇവിടെ ജോസഫ് എന്ത് ചെയ്തു? തന്റെ പിതാവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടു. സ്നേഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒത്തിരി തെളിവുകൾ ഉണ്ടായിരുന്നു. തെളിവുകൾ എന്താ? നല്ല അങ്കി അല്ലെ, ഏറ്റവും ഡിസൈൻ ഉള്ള വിലയുള്ള അങ്കി ഈ ജോസഫിന് മേടിച്ചു കൊടുത്ത ഒത്തിരി സംഭവങ്ങൾ. ഇതിലെ സ്നേഹത്തിന്റെ ചില തെളിവുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, ഇതെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചാണ് കുറെ കൂടെ അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പന്റെ സ്നേഹം കിട്ടാതെ വളർന്ന എത്രയോ പേരുണ്ട്. ഒരു അപ്പന്റെ സ്നേഹം കിട്ടുക, അപ്പന്റെ കരുതൽ, അപ്പന്റെ സ്നേഹം അല്ലെ. എല്ലാവരും തന്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്റെ അപ്പൻ സ്കൂളിൽ വരുന്നു എന്ന് പറയുമ്പോൾ അപ്പൻ വരാത്ത ചില അനാഥരായിട്ടുള്ള ചില കുഞ്ഞുങ്ങളുടെ കണ്ണുനീര്. ഒരു കുട്ടി കഴിഞ്ഞ ദിവസം സാക്ഷി പറഞ്ഞപ്പോ പറയായിരുന്നു, എല്ലാവരുടെയും പേരൻസ് വരുമ്പോ തന്റെ പേരൻസ് ഇല്ല, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഓടിപ്പോവുക, ആ സ്ഥലം വിട്ട് ഓടി മാറുക. കാരണം എല്ലാവർക്കും അത്രയും വിലപ്പെട്ട ഒന്നാണ്. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, ജീവിതത്തിൽ ഒരു
പേരൻസിന് ഒരു അപ്പന്റെ സ്നേഹം കിട്ടുന്നെങ്കിൽ അത് ഏറ്റവും വലുതാണ്. ഇനി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, അപ്പനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമ്മൾ അംഗീകാരം എന്ന് പറയുന്നത്, അല്ലെ? ഒരു അപ്പനെ ചെയ്യാൻ കഴിയാത്തത് സർവശക്തനായ ദൈവം തന്റെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്, ബൈബിളിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ആരറിയോ? അനാഥരെ, വിധവമാരെ, പരദേശികളെ. ഈ 3 പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ് ദൈവം കൊടുക്കുന്നത്. അനാഥർ, വിധവമാർ, പരദേശികൾ. ദൈവങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, ആമേൻ, ഈ ലോകത്തിൽ ഒരു അപ്പന്റെ സ്നേഹം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരു അമ്മയുടെ സ്നേഹം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഒന്നോർത്തോ, സർവശക്തനായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കാര്യപുറത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു ടോപ്പിക്കിനകത്ത് ഫാദർ ലവ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്, ഫാദർ ലവ് ഓഫ് ഗോഡ്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത പല കുഞ്ഞുങ്ങളുടെ നിലവിളിയെ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അധികം അവർ ലോകത്തിലെ മാതാപിതാക്കളാൽ ത്യജിക്കപ്പെട്ടവര്, അവർ ഏറ്റവും അധികം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് വന്നപ്പോൾ അവർ വല്ലാതെ കരയുവാൻ തക്കണം ഇടയായി തീർന്നു. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ആശയം, ജോസഫ് തന്റെ അപ്പനാൽ അധികം സ്നേഹിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ തന്റെ ഒരു ഇൻസിഡന്റ്, തന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ജോസഫ് ഡ്രീംസ്, ധാരാളം സ്വപ്നം കണ്ട ഒരു മനുഷ്യനായിരുന്നു, അല്ലെ? സ്വപ്നക്കാരൻ എന്നൊരു പേര് വരെ അദ്ദേഹത്തിനാണ് കിട്ടിയത്. സ്വപ്നക്കാരൻ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പേരാണ്. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് കിട്ടിയ സ്വപ്നം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു സ്വപ്നം എന്ന് പറയുന്നത്? തന്റെ ഭാവി മഹത്വം വെളിപ്പെടുന്ന സ്വപ്നങ്ങളാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതാണ് അതിനകത്തെ ഏറ്റവും വലിയ പ്രതീകം. നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില സ്വപ്നങ്ങൾ കണ്ടു. എന്നെ കേൾക്കുന്ന നിങ്ങൾ, അല്ലെ, ഈ അടുത്ത 1 മണിക്കൂർ മുമ്പ് കിടന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ സ്വപ്നം എന്ന് പറയുന്ന ജോസഫിന്റെ സ്വപ്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? തന്റെ ഭാവിയെ വെളിപ്പെടുത്തുന്ന വളരെ ദൈവഹിതമുള്ള സ്വപ്നങ്ങളായിരുന്നു അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വപ്നക്കാരൻ എന്ന് പേരിട്ട്. നമുക്കറിയാം സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്തായിരുന്നു ഭാവി? തന്റെ അപ്പനും അമ്മയും, അല്ലെ, തന്നെ നമസ്കരിക്കുന്ന ഒരു ലെവലിലേക്ക് സ്വപ്നം പോയി എന്ന ഒരു വലിയ ചർച്ച അവരുടെ ഇടയിൽ ഉണ്ടായി. അങ്ങനെ ആ സ്വപ്നം തന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഏറ്റവും വലിയ അപകടത്തിലേക്ക് നയിച്ചു. ഇപ്പൊ ചിലർക്ക് ചില ദർശനങ്ങൾ ദൈവികമായി കിട്ടുമ്പോൾ അവർ ഒറ്റപ്പെടും. ഒരു കാര്യം സത്യമാണ്, നിങ്ങൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നിങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതമുണ്ട്. നിങ്ങൾ ഒരു ഗ്രൂപ്പിലാണ്, നിങ്ങൾ ഒരു വലിയ ശക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ എവിടെയോ ദൈവത്തിന് സ്ലിപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. അവൻ നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അവസരമാണ് ഒറ്റപ്പെടുമ്പോൾ ദൈവത്തെ സേവിക്കാൻ കഴിയുന്നത്. തന്റെ ഭവനത്തില് താൻ അത്രയ്ക്കും സുരക്ഷിതനായിരുന്നു. താന് തന്റെ അപ്പനാൽ സ്നേഹിക്കപ്പെട്ടു. ഈ സ്നേഹങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ ലഭ്യമായിരുന്നു. പക്ഷേ താൻ പരാജയപ്പെട്ടത് എവിടെയാണെന്ന് അറിയാമോ? സ്വപ്നം തന്റെ ജീവിതത്തിൽ എന്താകുമെന്ന് വെളിപ്പെട്ടപ്പോൾ താൻ ജീവിതത്തിൽ ഒറ്റപ്പെടാനിടയായിത്തീർന്നു. അവിടെ മുതൽ തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒറ്റപ്പെടുമ്പോൾ ഓർത്തോ, ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പാടിയതുപോലെ, പൊട്ടക്കിണറിന്റെ ഏകാന്തതയിലും പൊട്ടി തകർന്നിടല്ലേ, പോത്തിപ്പേരിൻ വീട്ടിൽ നിന്ദിതനായാലും നിരാശനായിടല്ലേ, പിന്നത്തേതിൽ ദൈവം മാനിക്കും, ഫറവോന് നിന്നെ മാനിക്കും. അമേൻ. ആ പാട്ടത്ര മനോഹരമാണ്. അവൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, സ്നേഹിക്കേണ്ടവർ നമുക്ക് വിരോധമായി സംസാരിക്കുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മളെ താങ്ങി നിർത്തേണ്ടവർ നമുക്ക് ഒരു വലിയ തളർച്ചയായി, നമുക്ക് വേദനകളായി മാറുമ്പോൾ, അവൻ ഒന്നോർത്തോ, ജീവിതത്തിൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ആ കരുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അവൻ ഇന്ന് നീ ഒറ്റപ്പെട്ടെങ്കിൽ നാളെ നീ അംഗീകരിക്കപ്പെടാൻ പോവുക. ഇന്ന് നീ തകർക്കപ്പെട്ടെങ്കിൽ നാളെ നീ പണിയപ്പെടാൻ പോകുക. ഇന്ന് നീ നിരാശനാണെങ്കിൽ നാളെ നീ സന്തോഷിക്കാൻ പോകുക. അവൻ ഇന്ന് നീ പൊളിഞ്ഞതാണെങ്കിൽ സർവശക്തൻ നാളെ നിന്നെ പണിയാൻ പോകുക. ജോസഫിന്റെ ചരിത്രം ഒരു സത്യമാണ്. അവൻ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ജോസഫിന്റെ
സ്വപ്നം തന്നെ കൊണ്ടുപോയി എത്തിച്ചത് അല്ലെ, ജോസഫ് സോൾഡ് അൺടു സ്ലേവറി, ഒരു അടിമത്തത്തിലേക്ക് താൻ വിൽക്കപ്പെടുവാനിടയായി. അതിന്റെ റീസൺ ഏതാണ്? ഈ സ്വപ്നങ്ങളാണ്. അടിമത്തത്തിലേക്ക്. എന്തായിരുന്നു അടിമത്തം എന്ന് പറയുന്നത്? ജോസഫിന്റെ സഹോദരന്മാർ തന്നെ ഉപദ്രവിച്ചു, വളരെയേറെ ഉപദ്രവിച്ചു. നമുക്കറിയാം, സംഭവം അറിയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. തന്നെ അല്ലെ, സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് തന്റെ നേരെ ആക്രമിച്ചു, തന്നെ ആക്രമിച്ചു, തന്നെ ഒരു പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലാനായിരുന്നു പദ്ധതി. പക്ഷേങ്കിൽ ഒരു സഹോദരന് തന്നോട് ദയ തോന്നിയിട്ട് കൊല്ലണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടക്കിണറ്റിൽ ഇടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇസ്മായിലെ കച്ചവടക്കാർ വരുന്നത്. അവർക്ക് 20 വെള്ളിക്കാശിന് തന്നെ വിറ്റു. എത്ര വേദന ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അവൻ ജീവിതത്തിൽ ആരോടും ഒരു ദോഷം ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ടെങ്കിലോ ഒക്കെ ഇത് ഒരു ദോഷം ചെയ്യാത്ത, പാട്ടും പ്രാർത്ഥനയും ദൈവവിശ്വാസമായിട്ട് മാത്രം കഴിഞ്ഞിരുന്ന സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ചെന്ന ആ സഹോദരന് കിട്ടിയത് ഏറ്റവും വലിയ നിന്ദയും അടിയും കുത്തും ചവിട്ടും അപവാദവും അപമാനവും ഒക്കെയായി. പക്ഷെങ്കില് താൻ 20 വെള്ളിക്കാശിന് അടിമയായിട്ട് വിൽക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഈ അടിമയായിട്ട് താൻ എവിടെ ചെല്ലുന്നു? ഫറവോന്റെ ഈജിപ്തിൽ ചെല്ലുന്നു അല്ലെ. ഈജിപ്തിൽ ചെന്നിട്ട് അവിടെ വെച്ച് എന്തെന്നറിയാമോ? നമുക്കറിയാം അല്ലെ, ജോസഫ് ഇൻ ഫറോസ് ഹൗസ്. ജോസഫ് ഫറവോന്റെ വീട്ടിൽ ചെല്ലുന്നു. തന്നെ ഇസ്മായിലിലെ കച്ചവടക്കാര് 20 വെള്ളിക്കാശ് വാങ്ങിയിട്ട് ഫറവോൻ എത്രയ്ക്ക് കൊടുത്തു എഴുതിയിട്ടില്ല. എന്തായാലും ഇതിനകത്തൊരു വലിയ സംഭവം ഉണ്ട്. എന്താ ഇത്? നല്ലൊരു ലാഭക്കച്ചവടം തന്നെയാണ്. എങ്ങനെ ഈ ലാഭക്കച്ചവടം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക്, ഒരു മകനെ സ്വന്തം സഹോദരങ്ങൾ വിറ്റിട്ട് അവര് വാങ്ങിയവർ കൊണ്ടുപോയി അതിന് ഇരട്ടി വിലക്ക് വിറ്റിട്ട്. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം, ദൈവത്തിന്റെ പ്ലാൻ നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് കാശ് തന്ന് നിന്നെ കൊണ്ടുപോകാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുക. ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് വേണ്ടി നമ്മളൊന്നും കരുതണ്ട, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഒരു നിരാശയുടെ നീ ഒരു വേദനയിൽ കൂടാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, നീ ഒരു വലിയ ദുഃഖത്തിൽ കൂടാണ് കടന്നു പോകുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഓർത്തോ, നിന്റെ ദൈവത്തിന്റെ പ്ലാൻ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നീ വിട്ടുമാറാതെ നിന്നാൽ മതി. നിനക്ക് വേണ്ടി ആൾക്കാർ എഴുന്നേൽക്കുന്നുണ്ട്. അവർ നിന്നെയുമായിട്ട് നിനക്ക് അങ്ങോട്ട് കാശ് തന്ന് നിന്നെ കൊണ്ടുപോകുന്ന ഒരു കാലം മുമ്പിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എത്ര വിശ്വസിക്കണം എനിക്കറിയത്തില്ല. ഒരു സത്യം ഞാൻ പറയാം, ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടെങ്കിൽ നിന്റെ കൂടെ പൊട്ടക്കെട്ടിൽ ഒരുവനുണ്ടെന്നുള്ളത് തെളിയുന്ന സംഭവം. ഇന്ന് നിനക്കത് വേദനയായിരിക്കാം, ഇന്ന് നിനക്ക് ദുഃഖമായിരിക്കാം. പക്ഷെ ഈ നടക്കുന്ന സംഭവങ്ങൾ മുഴുവനും നിന്നെ ദൈവത്തിന്റെ ഹിതത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് നടക്കുന്നത്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് സംസാരിക്കട്ടെ. ഒരു വലിയ ഇഷ്ടം നിന്റെ മേലുണ്ടെങ്കിൽ ഇന്ന് നീ ചില വേദനകളിലായിരിക്കാം. പക്ഷെ ഈ വേദനയ്ക്കകത്തുനിന്ന് നിന്നെ കർത്താവ് ഉയർത്തിക്കൊണ്ടു പോകാൻ ചിലരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിന്റെ ജീവിതത്തിന്റെ ഒരു വിടുതലാണ്. അതുകൊണ്ട് ജോസഫ് എന്ത് ചെയ്തു? ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തി. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു അല്ലെ. ഫറവോന്റെ ഭാര്യ തന്റെ മേൽ ഒരു വലിയ ആപത്തിന് വഴിതെളിച്ചു. പക്ഷെ പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ പിടിച്ചത്. ഇതിനകത്ത് ഞാൻ കണ്ടെത്തിയ ഒരു വലിയ സംഭവം എന്നറിയോ? യഥാർത്ഥത്തിൽ ദൈവം ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്, എന്താ? നീ ഒരു അനുഗ്രഹമാണ്. മീൻസ് നീ ഒരു അനുഗ്രഹം എന്ന് മാത്രമല്ല, സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്ത് ചെയ്യും? നിന്നെ നമസ്കരിക്കുന്ന ഒരു കാലം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അനുജയ്ക്ക് വന്ന ഇതിനെ സംബന്ധിച്ചൊരു കാലങ്ങൾ അദ്ദേഹത്തെ നമസ്കരിച്ചു. ഒരിക്കലും അപ്പനും അമ്മയും എന്നായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഒരു വ്യാഖ്യാനം പറഞ്ഞത്. ശരിയാണ്, കാലഘട്ടം മാറി. നിന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ചില വിധി, ചിലരൊക്കെ പറയൂ എന്റെ തലവര ഇതാ, ചിലർ പറയൂ ഞാൻ ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ,
എന്റെ കാലഘട്ടം ശരിയല്ല. ചില പറയും ഞാൻ ജനിച്ചത് ശരിയല്ല, എന്റെ നക്ഷത്രം ശരിയല്ല, ഞാൻ വളർന്ന വീട് ശരിയല്ല, എന്നെ വളർത്തിയ മാതാപിതാക്കന്മാർ ശരിയല്ല എന്ന് പറഞ്ഞ് സ്വയം ശാപമേൽക്കുമ്പോൾ ഇവിടെ ഇത് ജോസഫിനെ കാലഘട്ടങ്ങളെ മാറ്റിയമേ ആ ജോസഫിന്റെ മേൽ വരച്ച തലവര എന്നൊക്കെ അല്ല പറയണ്ടേ, അതെല്ലാം മാറ്റിമറിച്ചു. ഏമേൻ. കാലഘട്ടങ്ങൾ തന്നെ നോക്കി വിളിച്ചു പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാ, നിന്റെ കാലഘട്ടം ഒരു അനുഗ്രഹമാ, നീ ജനിച്ച കാലഘട്ടം ഒരു അനുഗ്രഹമാ, നീ വളർന്ന കാലഘട്ടം ഒരു അനുഗ്രഹമാ. ശാപത്തിന്റെ കാലഘട്ടത്തിലല്ല നീ ജനിച്ചത്. പരിശുദ്ധാത്മാവ് പറയുന്നത് എത്ര പേര് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, നീ ഒരു പക്ഷെ പറയും, ദൈവമേ ഞാൻ എന്തിന് ഈ കാലഘട്ടത്തിൽ ജനിച്ചു, ഞാൻ എന്തിന് ഈ നാട്ടിൽ ജനിച്ചു, ഞാൻ എന്തിന് ഈ മാതാപിതാക്കന്മാരിൽ ജനിച്ചു, ഞാൻ എന്തിന് ഈ വീട്ടിൽ ജനിച്ചു എന്നൊക്കെ പറയുന്നവരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, കാലഘട്ടങ്ങൾ നിന്റെ സ്ഥിതി മാറ്റാൻ പോകുക. ഈ കാലഘട്ടം അതിനൊക്കെ പ്രതികൂലം എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ തന്നെ നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെ ജോസഫ് എന്ത് ചെയ്യുന്നറിയാമോ, ആ വലിയ സാഹചര്യം തന്റെ മുമ്പിൽ ഒരുങ്ങി വന്നു അല്ലെ. ജോസഫ് അല്ലെ അഭിമുഖം ചെയ്തൊരു വിഷയം എത്രയായിരുന്നു ഫേസ് ചെയ്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം അതിനകത്തൊരു വലിയ സംഭവം ഉണ്ട്. ഞാൻ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട്. ചിന്തിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജോസഫ് ആ സമയത്ത് പോത്തിഫേറിന്റെ ഭാര്യ തന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് പോത്തിഫേറിന്റെ ഭാര്യയുമായിട്ട് ആ ഇഷ്ടത്തിന് നിന്നുകൊടുത്താൽ എന്താ അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. ആര്? ജോസഫിനെ ആ കസേരയിൽ ഇരുത്താൻ ആര് റെക്കമെൻഡ് ചെയ്യും? ഭാര്യ റെക്കമെൻഡ് ചെയ്യും. പോത്തിഫേറിന്റെ ഭാര്യ ഈസി ആയിട്ട് എന്ത് ചെയ്യാ, തനിക്ക് ആ സ്ഥാനത്ത് ചെല്ലാം. പക്ഷെ വഴിയേതാ? തെറ്റായ വഴിയാ. ജോസഫ് ശടിച്ചു, എനിക്ക് തെറ്റായ വഴിയിൽ കൂടെ എനിക്കൊരു സിംഹാസനം വേണ്ട. ഗ്ലോറി, ഹല്ലേലൂയ. നമുക്ക് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ? തെറ്റായ വഴിയിൽ കൂടെ ചിലപ്പോഴും മറ്റേ കാശ് സമ്പാദിക്കാൻ തെറ്റായ ഇഷ്ടംപോലെ വഴികൾ കാണും. എത്രയോ പേർ അല്ലെ ഇന്ന് പണം സമ്പാദിക്കാനുള്ള എത്രയോ വഴികൾ. പക്ഷെ ഇതിന്റെ എല്ലാ അപകടം തെറ്റായ വഴികളിൽ കൂടെ സമ്പാദിക്കുന്നതൊന്നും നിലനിൽക്കത്തില്ല. തെറ്റായ വഴിയിൽ കൂടെ നേടുന്ന സ്ഥാനങ്ങൾ നിലനിൽക്കത്തില്ല. തെറ്റായി ചെയ്യുന്നത് മുഴുവനും പ്രശ്നമാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ആ ഒറ്റ കാരണം കൊണ്ട് തനിക്ക് ലഭിച്ച സ്ഥലം ഏതാ? തടവാ കിട്ടി അല്ലെ. കൊട്ടാരത്തിൽ നിന്ന് അല്ലെങ്കിൽ സിംഹാസനത്തിൽ എങ്ങോട്ട് പോയി? തടവറയിലേക്ക് പോയി. ഒരു കാര്യം തെറ്റ് ചെയ്തിട്ടല്ല പോയെ, പക്ഷെ അതവിടെ ചെന്നു. അവിടെ ചെന്ന് താൻ എന്ത് ചെയ്യുന്നറിയാമോ? വളരെ പ്രയാസം നിറഞ്ഞൊരു സാഹചര്യത്തിൽ അല്ലെ, ഒരു കള്ള ആരോപണത്തിൽ പുള്ളിക്ക് ഒരു ജയിലിൽ, ആ ജയിലിൽ കിടക്കുമ്പോ സത്യത്തിൽ നിരാശകളല്ലേ വരണ്ടേ? ഞാൻ ചെയ്യാത്ത തെറ്റിന് എത്തപ്പെട്ട സ്ഥലം ഏതാ? തടവറ. അവിടെ ഉണ്ടാകുന്ന നിരാശയാ, പക്ഷെ അവിടെ ഡെവലപ്മെന്റ് നടക്കുക. എന്താണെന്നറിയോ? സ്വപ്നത്തിന്റെ ആ പ്രതികൂലത്തിനകത്തും അദ്ദേഹം കാണുന്ന സ്വപ്നമാണ്. തന്റെ കൂടെ കിടന്ന ചില തടവുകാരുടെ വിഷയങ്ങൾ സ്വപ്നം കണ്ട പ്രവചനം പറയുന്ന പോലെ ആ സ്വപ്നം അവരോട് വ്യാഖ്യാനിച്ച് അതുപോലെ സംഭവിച്ചു. പ്രതികൂലത്തിനകത്ത് കിടക്കുമ്പോഴും നമ്മുടെ ആത്മീയം അവൻ എത്ര പേര് ആ ഒരു മണ്ഡലത്തിലേക്ക് കയറി വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി വിളിച്ചു പറയുക, പ്രതികൂലം വരുമ്പം നീ സ്വയശാപം അല്ല പറയേണ്ടത്. എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു, അല്ല ഞാൻ നശിച്ചല്ലോ, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇതൊക്കെ എന്തിനു അനുഭവിക്കുന്നു, എന്റെ ഗതികേട്, എന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കാനല്ല ദൈവം നിന്നെ ഒരു കഷ്ടതയിലാക്കുന്നത്. ആ കഷ്ടതയ്ക്കകത്തുനിന്ന് നീ പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹം അതിൽ വെച്ച് നീ വിളിയണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. നമുക്കറിയാം പൗലോസൊക്കെ കഷ്ടതയിലായി പോയി അല്ലെ, ജയിൽവാസം അനുഭവിച്ചു. എന്തായിരുന്നു പൗലോസ് ചെയ്തത്? കാരാഗ്രഹ ലേഖനമെന്നും പറഞ്ഞ് ലേഖനങ്ങൾ എഴുതി. അതാണ് നമ്മുടെ സഭയ്ക്ക് ഇന്ന് ഉപദേശമായിട്ട് വന്നത്. കഷ്ടതയ്ക്കകത്ത് കിടന്നപ്പോൾ അവിടെ സ്വയം തന്നെത്താൻ പ്രാകയോ ശപിക്കുമായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ കഷ്ടത തന്റെ ജീവിതത്തെ അടുത്ത ഒരു തലത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരുക്കി.
ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വീടുകളിൽ ബുദ്ധിമുട്ടുകൾ ഏറുമ്പോൾ, നിന്ദകൾ ഏറുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഏറുമ്പോൾ, പ്രതീക്ഷിക്കാത്തവരൊക്കെ നമുക്ക് വിരോധമാകുമ്പോൾ, നമ്മൾ ആ മുറിക്കകത്ത് കയറി ഇരുന്ന് കുറെ കരഞ്ഞ്, കുറെ പ്രാഗി, കുറെ കാര്യങ്ങൾ മറ്റുള്ളവരെ നോക്കി വിളിച്ചു പറഞ്ഞ്, ചില വലിയ വേദനകൾ വിളിച്ചു പറഞ്ഞ്, ചിലരെയൊക്കെ അതിനകത്തെ കാരണക്കാരാക്കി, അവര് കാരണമാ ഞാൻ ഇങ്ങനെ സംഭവിച്ചത്, ഇവര് കാരണമാ എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വീടുകൾക്കകത്തിരുന്ന് പുലമ്പുമ്പോൾ, ആമേൻ, അഭിഷേകമുള്ള ഒരു ദൈവ പൈതൽ ആ ഒരു അവസ്ഥക്കകത്ത് നിന്ന് ഒരു പുതിയ അനുഗ്രഹത്തോടെ പുറത്തു വരാനുള്ള ശ്രമം നടക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, പ്രതികൂലം നിനക്ക് കൂടി വരും, പ്രതിസന്ധികൾ കൂടി വരും, പക്ഷേ അതിനകത്തു നീ പുറത്തു വരുമ്പോൾ, അവൻ ദൈവവചനം പറയുന്ന പോലെ, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. തിളങ്ങുന്ന ഒരു മുത്തുപോലെ ഞാൻ പുറത്തു വരും. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് ഈ പറയുന്ന ദൂത് ഏറ്റെടുക്കണം. വളരെ ശക്തമായ ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. താന് അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ജോസഫ് എന്ത് ചെയ്യുന്നറിയാമോ? ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പോകും. ആദ്യം കരകത്തിൽ കിടന്നപ്പോൾ എന്ത് ചെയ്തു? തന്റെ കൂടെയുള്ള തടവുകാരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു. നോക്കണം, ഒരു രാജകീയ വെളിപ്പാട്. ഒരു രാജാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ എന്തുണ്ട്? ആൾക്കാർ ഇഷ്ടംപോലുണ്ട്. മന്ത്രവാദികളുണ്ട്, ശകുനവാദികളുണ്ട്, സ്വപ്നം വ്യാഖ്യാനിക്കുന്നവരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്. എല്ലാ മേഖലയിലും വിദഗ്ധരാണുള്ളത്. രാജ്യത്തിലെ വിദഗ്ധർ മാത്രം പറയാൻ പറ്റുന്നില്ല അല്ലേ? മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും കഴിവുള്ളവരെ കൊണ്ടുവരും. എന്താ? അവരുടെ സാമ്രാജ്യം ശക്തമാക്കാൻ. അത്രയും വലിയ സെറ്റപ്പുള്ള ആ രാജകൊട്ടാരത്തിൽ ഒരു രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ ഇത് തടവിൽ നിന്നൊരുവൻ വരുന്നു. ആമേൻ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നിനക്കൊരു ദിവസം ഉണ്ട് ദൈവം ഇതിലെ. നിന്നെ ചോദിക്കിട്ടിരിക്കുന്നിടത്തുനിന്ന് നീ പുറത്തു വരാൻ സമയം നിനക്കുണ്ട്. നിന്നെ വേദനിപ്പിച്ചവരുടെ ഇടയിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഈ കാലമല്ല ഇങ്ങനെ തന്നെ പോകുമെന്ന് ധരിക്കരുത്. ഈ കണ്ണുനീർ എന്തും ഇങ്ങനെ കണ്ണുനീരായിരിക്കും ധരിക്കരുത്. ഈ നിന്ദകളെന്തും ഈ നിന്ദകളായിരിക്കും എന്ന് ധരിക്കരുത്. ഹല്ലേലൂയ. നിനക്കൊരു സമയമുണ്ട്, നിനക്ക് ഒരു അനുഗ്രഹമുണ്ട്. ദൈവം നിന്റെ മുമ്പിൽ ഒരു വലിയ നന്മയുടെ, വലിയൊരു ദൈവ പ്രവൃത്തിയുടെ പദ്ധതി വെച്ചിട്ടുണ്ട്. എല്ലാ കാലവും ഇങ്ങനെ ആയിരിക്കത്തില്ലേ അല്ലെ? ഓർത്ത് നോക്കിയേ, നിങ്ങൾ വളർന്ന ആ കാലമാണോ ഇപ്പോ? അന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, വേദനകൾ, സങ്കടങ്ങൾ, പരാധീനതകൾ, പരാജയങ്ങൾ, നിന്ദകൾ, അവഗണനകൾ, എത്രയോ വേദനകളിൽ കൂടെ കടന്നുപോയി. പക്ഷേ ഓരോ സീസൺ കഴിയും തോറും ദൈവാത്മാവ് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഒരു സീസൺ നമുക്ക് മുമ്പിലുണ്ട്. എല്ലാ കാലഘട്ടവും നമുക്ക് അൺസീസൺ ആയിരിക്കത്തില്ല. നമുക്കൊരു സീസൺ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നമ്മുടെ സീസൺ മാറാൻ പോകുകയാ. നമ്മുടെ കാലഘട്ടങ്ങൾ മാറാൻ പോകുകയാ. നമ്മുടെ സീസൺ മാറാൻ പോകുകയാ. ആമേൻ. ഒരു വിതയുണ്ട്, കൊയ്ത്തുണ്ട് അല്ലേ? ഒരു വേനലുണ്ട്, മഴയുണ്ട്, എല്ലാം അതിന്റെ കാലഘട്ടങ്ങളാണ്. ഒരു സീസൺ. വചനം പറയുന്നു, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആക്കുന്നു. ഒരു സീസൺ കണ്ണുനീരോടെ വിതച്ച സീസൺ ആണെങ്കിൽ അടുത്ത സീസൺ ആർപ്പോടെ കറ്റകളുമായി കൊയ്തു കയറുന്ന അനുഭവങ്ങളാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സീസൺ മാറാൻ പോകുകയാ, ഈ കാലഘട്ടം മാറാൻ പോകുകയാ. 2026 ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ആണ്ടാണോ എന്ന് ആരറിയുന്നു? നിന്റെ കാലഘട്ടം മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, അവൻ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹം കണ്ടതെങ്കിൽ അതിന്റെ കാലഘട്ടം എന്ന് തന്നെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ജോസഫിന്റെ കാലഘട്ടത്തെ ദൈവം മാറ്റിമറിക്കുന്ന ഒരു സീസൺ ആയിരുന്നു അത്. എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ സീസൺ മാറാൻ പോകുകയാ. നമ്മുടെ സീസൺ മാറാൻ പോകുകയാ. അവൻ ജോസഫിന്റെ സീസൺ മാറി അല്ലേ? കൊട്ടാരത്തിൽ താൻ
സ്വപ്ന വ്യാഖ്യാനിയായി. അങ്ങനെ വന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? അല്ലെ, ദാനിയേലും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഓർക്കുന്നില്ലേ ദാനിയേല് ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ, ദാനിയേൽ എന്ന് പറയുന്ന 4 പേര് എവിടെ ആയിരുന്നു? അടിമകളായിട്ട് ബാബേൽക്കാർ പിടിച്ചുകൊണ്ട് വന്ന ആ കൊട്ടാരത്തിനകത്ത് ദാനിയേൽ അതിസമർത്ഥനായി. സീസൺ ഉണ്ടല്ലേ. എല്ലാ കാലഘട്ടവും ഈ കണ്ണുനീരിന്റെ കാലഘട്ടം അല്ല. എല്ലാ കാലഘട്ടവും ഈ വേദനയുടെ കാലഘട്ടം അല്ല. ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് ഞാൻ പറയുന്നത്. അതെ, ചിലരൊക്കെ കാലഘട്ടം എന്താ? അന്നത്തെ കാണും താഴോട്ട് പോയി. ചിലരുടെ കാലഘട്ടം ഒരു സമയത്ത് എന്തായിരുന്നു? കുറച്ചൊക്കെ കാര്യങ്ങൾ നടന്നു പോകുമായിരുന്നു. ഇപ്പോ കുറെ കൂടെ കാലഘട്ടം മാറിയപ്പോൾ പിന്നെ അതിന് താഴോട്ട് പോയി. കാരണം ദൈവത്തിലുള്ള ആശ്രയമില്ല. നമ്മൾ കാലഘട്ടങ്ങൾക്കെതിരെ നീങ്ങുന്നവരാകട്ടെ. ഒരു കാലഘട്ടം നിന്നെ നോക്കി പറയും, നീ തകരാൻ പോവുക, ഈ ആണ്ട് നിന്റെ അവസാനത്തെ ആണ്ട, ഈ ആണ്ട് നീ കണ്ണുനീരിന്റെ ആണ്ട, ഈ ആണ്ട് നിന്റെ വേദനകളുടെ ആണ്ട എന്നൊക്കെ ശത്രു നമ്മളെ നോക്കി വിളിച്ചു പറയുമ്പോൾ തിരിച്ചു പറയാൻ നമുക്ക് കഴിയണം. നോ, ദൈവം എനിക്ക് മുമ്പിൽ ഒരു ആണ്ട് വെച്ചിട്ടുണ്ട്. അത് ഈ ആണ്ട് തന്നെയാ. ഹല്ലേലൂയ. എന്റെ നന്മയുടെ ആണ്ട് അത് ഇന്ന് ആരംഭിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തന്റെ തിരി മാറി തന്റെ കൊട്ടാരത്തിൽ ഒരു വ്യാഖ്യാനിയായി എന്ത് ചെയ്യുന്നറിയാമോ? ജോസഫ് ബിക്കം ഗവർണർ. ഈജിപ്തിന്റെ ഗവർണറായി. കാലഘട്ടം അറിയണ്ടോ? എവിടെ കിടന്നയാളാ? അദ്ദേഹത്തിന് വന്ന ആ വഴികളൊന്നും ഓർത്ത് നോക്കി അല്ലേ? അപ്പന്റെ വീട് സൗകര്യപ്രദമായി കഴിഞ്ഞു. അവിടുന്ന് നേരെ എന്ത് ചെയ്തു? സഹോദരന്മാർ തന്നെ അടിച്ചു ഉപദ്രവിച്ച് പൊട്ടക്കൻകിയിൽ ഇട്ടു. അവര് തന്നെ എന്നിട്ട് 20 വെള്ളിക്കാശിന് വിറ്റു. അവിടുന്ന് ഈജിപ്തിൽ വരുന്നു. ഈജിപ്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഭയങ്കര ഒരു നിന്ന തന്റെ ജീവിതത്തിൽ വരുന്നു. നേരെ താൻ കാരാഗ്രഹത്തിൽ പോകുന്നു. കാരാഗ്രഹത്തിൽ നിന്ന് താൻ എവിടെ വരുന്നു? ഗവർണർ. എന്നതിന്റെ അർത്ഥം ദൈവത്തിലുള്ള സ്ഥിതികളെ മാറ്റുവന്നേ ദൈവം. അവൻ എല്ലാ കാലവും ഒരുപോലെ പോകത്തില്ല. എല്ലാ കാലവും ഒരുപോലെ പോകത്തില്ല. ഒരു പക്ഷേ ആർക്കും നിന്നെ ഇപ്പൊ വേണ്ടായിരിക്കും. പല സ്ഥലത്തു നിന്നൊക്കെ നിന്നെ ഒറ്റപ്പെടുന്നുണ്ടാവും. നിന്നെ കാണുന്നിടത്ത് ചിലർക്ക് പ്രയാസം തോന്നുമായിരുന്നു. കർത്താവിലേക്ക് നോക്കാം, സ്വർഗത്തിലേക്ക് നോക്കാം. അടുത്ത ഭാഗം എന്താണെന്നറിയാമോ? ജോസഫിന്റെ ബ്രദേഴ്സ് എന്ത് ചെയ്യുന്നു? ഈജിപ്തിലേക്ക് ആര് വരുന്നു? ജോസഫിന്റെ സഹോദരന്മാർ വരികയാണ്. അവിടെ ദരിദ്രത നോക്ക്. താൻ ആ കാലഘട്ടം 7 വർഷം കൊണ്ട് ഒരു ഭയങ്കര സംവിധാനം ഇവിടെ ഏർപ്പെടുത്തി. എന്തായിരുന്നു സംവിധാനം? ദരിദ്രത വരാൻ പോകുന്നു. ദേശം മൊത്തം ദരിദ്രത വരാൻ പോകുന്നു. അതുകൊണ്ട് തങ്ങളുടെ ധാന്യങ്ങൾ വർദ്ധിപ്പിച്ചു. എന്നിട്ട് ദേശങ്ങളിൽ പട്ടിണികൾ ആരംഭിച്ചപ്പോൾ തന്റെ രാജ്യത്തിലേക്ക് ആൾക്കാർ വരുന്നു. ആ കൂടെ തന്റെ സഹോദരങ്ങൾ. ജോസഫിനെ കൊട്ടാരത്തിൽ മാത്രം മാനിക്കല്ല, തന്റെ വചനങ്ങൾക്ക് സത്യം. പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്ന എവിടാ? ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ അകന്നു പോകുന്നു. അതാണ് നമ്മുടെ പരാജയം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെ ഒരു പരാജയത്തിലല്ല നമ്മൾ വസിക്കേണ്ടത്. നമ്മൾ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. എല്ലാം തിരിച്ചു വരും, സകലം തിരിച്ചു വരും, പോയത് മുഴുവനും തിരിച്ചു വരും. ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നിൽക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്തായിരുന്നു വന്ന അല്ലേ? അവർക്ക് വേണ്ടി പിന്നെന്ത് ചെയ്തു? അടുത്ത ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെത്താൻ റിവീൽ ചെയ്തു, വെളിപ്പെടുത്തി കൊടുത്തു തന്റെ സഹോദരങ്ങൾക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്നോട് ദോഷം ചിന്തിച്ചു, ദൈവം അതിനെ നന്മയാക്കി. ഇതാണ് നിങ്ങൾ എന്നോട് എന്ത് ചെയ്ത? ക്ഷമിക്കാൻ പറ്റും. ഇപ്പം തന്നെ അടിച്ച ആൾക്കാരുണ്ട് അതിനകത്ത് അല്ലേ? തന്നെ പൊട്ടക്കിണറ്റിലോട്ട് എറിയ കൊല്ലാൻ പ്ലാൻ ചെയ്ത സഹോദരങ്ങളുണ്ട്. ഇതൊന്നും തന്റെ ജീവിതത്തിൽ മറന്നിട്ടില്ല. കൊച്ചുകുട്ടി ആയിരുന്നില്ല ആ സമയത്ത് അല്ലേ? ഒരു ചവിട്ടിയതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർക്കുന്നില്ലേ? തന്റെ മേൽ കേറിയിരുന്ന് ഉപദ്രവ സമയത്ത് ഏറ്റവും അധികം പീഡിപ്പിച്ച അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരനെങ്കിലും കാര്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? അവരോടൊക്കെ ഈ ആർക്ക് ബുദ്ധിമുട്ടുണ്ട്? ജോസഫിന്. പക്ഷെ ജോസഫ് ആ വേദന മാറ്റി എങ്ങനെയാണെന്നറിയോ?
നിങ്ങൾ എനിക്കെതിരെ ദോഷം വിചാരിച്ചു, ദൈവം അതെനിക്ക് നന്മയാക്കി. ദൈവത്തിൽ അത് ക്ഷമിച്ചു കേട്ടോ. ഇന്ന് നമ്മളെ നിന്ദിക്കുന്നവരെ നോക്കി നമ്മൾ എന്താ പറയുന്നേ? നമ്മുടെ സഹോദരങ്ങളെ പിടിക്കേ, അവര് നമ്മളെ നോക്കി എന്താ പറയുന്നേ? നമ്മുടെ ഉയർച്ചയിലോ, നമ്മുടെ താഴ്ചയിലോ, നമ്മുടെ ഇല്ലായ്മയിലോ, നമ്മുടെ ഉള്ള അവസ്ഥയിലോ എന്താ പറയുന്നേ? ആ പറയുന്നതൊക്കെ നാളെ നന്മയായിട്ട് തിരിച്ചു വരും. വിശ്വസിക്കുന്ന നന്മയായിട്ട് തിരിച്ചു വരുമെന്ന്. ജോസഫിന്റെ ഹിസ്റ്ററി സത്യമാണ്. ബൈബിൾ പറയുന്ന കാര്യം സത്യമാണ്. സത്യവേദ പുസ്തകമാണിത്. എങ്കിൽ ഈ സംഭവം നടന്ന സംഭവമാണ്. എല്ലാ വേദനകളും, നിന്ദകളും, അപമാനങ്ങളും, അപവാദങ്ങളും എല്ലാം നമുക്ക് മുമ്പിൽ നന്മയായിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുകയാണത്. ആമേൻ. താന് തന്റെ ഫാമിലി മുഴുവനും എന്ത് ചെയ്തു? ഈജിപ്തിലെ സെറ്റിൽ ചെയ്തു. എല്ലാവരും അവിടെ താമസിച്ചു. പിന്നീട് അടുത്ത ഭാഗത്ത് പറയുന്നത് എന്താണെന്നറിയോ? ജോസഫ് എന്ത് ചെയ്തു? മരിക്കുന്ന സമയത്ത് ജോസഫ് ഒരു കാര്യം തന്റെ കുടുംബക്കാരെ നോക്കി പറഞ്ഞു, ദൈവം ഒരു ദിവസം നിങ്ങളെ സന്ദർശിക്കും. ഈജിപ്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ നാട്ടിലേക്ക്, ദൈവം ഒരുക്കുന്ന കനാനിലേക്ക് പോകും. ആ പോകുന്ന സമയത്ത് എന്റെ അസ്ഥി കൂടെ എടുക്കണം. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള മനുഷ്യനെ കണ്ടു. ഒരു ദിവസം പ്രവചനമല്ലേ ഇത്? ഒരു ദിവസം ദൈവം നിങ്ങളെ സന്ദർശിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് ദൈവം അയക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അന്ന് നിങ്ങൾ എന്റെ അസ്ഥി കൂടെ എടുക്കണം. ഞാനൊരു പക്ഷെ ഇല്ല, പക്ഷെ എന്റെ അസ്ഥി കൂടെ എടുത്തോളണം എന്ന് പറഞ്ഞ് പ്രത്യാശയോടെ മരിച്ചു. എത്ര മഹത്തായ ഒരു സ്ഥിതിയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ഒരു കാര്യം 1 മിനിറ്റ് നിങ്ങളുടെ കണ്ണുകളെ അടച്ച് അവൻ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു പ്രാർത്ഥിച്ച് 1 മിനിറ്റ്. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ജീവിതത്തിലെ ജീവിതത്തിന്റെ തകർന്ന മേഖലകളിൽ ഞാൻ പലപ്പോഴും വേദനിച്ചു നിൽക്കും. എന്റെ മുമ്പിൽ ഒരു വഴിയുണ്ട് എന്ന് ഞാൻ അറിയാതെ പോകുന്നു. എന്റെ മുമ്പിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഞാൻ അറിയാതെ പോകുന്നു. എന്റെ മുമ്പിൽ ഒരു വലിയ നന്മയുണ്ടെന്നുള്ളത് ഞാൻ അറിയാതെ പോകുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അവിടുന്ന് എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതത്തെ മാറ്റിയെടുക്കണമേ. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങേക്ക് വിരോധമായി, എന്റെ പ്രതികൂലത്തിൽ ഞാൻ പുലമ്പിപ്പോയ അറിവുകെട്ട വാക്കുകൾ എന്നോട് ക്ഷമിച്ചിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി നിർത്തണമേ. ദൈവഹിതം എന്റെ മേൽ നിറവേറ്റണമേ. എന്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കണമേ. ആമേൻ. ജോസഫ് നമ്മളെ പഠിപ്പിക്കുന്നു, ആമേൻ, നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകളിൽ നിന്ന് കർത്താവ് നമുക്കൊരു നല്ല കാലം വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരും. കർത്താവ് നമ്മുടെ ഈ ഇല്ലായ്മ, ഈ ശൂന്യത, ആമേൻ, ഈ ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് നിന്ന് ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരും. ആമേൻ. അമ്മ സകല വേദനകളും മറക്കുന്ന നാളുകളായിരിക്കും. സകല ദുഃഖങ്ങളും തീരുന്ന നാളുകളായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.